ഹലോ ഗായ്സ്, ഇന്നൊരു മോര് കാച്ചിയല്ലോ. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇളനാടൻ്റെ നല്ല കട്ട തൈരാണേ. മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി കടുവർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തൈരൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ തൈരും അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കടുക് വറുക്കാം. അതിന് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിന് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുവേ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പിലോട്ട് ഈ കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ആ പച്ച ചെവ മാറുന്നത് വരെ, പച്ച മണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ട് വരും. ഇങ്ങനെ ലൂസ് ആയിട്ട് വേണം, മോര് നന്നായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വേണം ഇരിക്കാൻ. അതിനുശേഷം നമുക്ക് മോരും മാങ്ങാച്ചാറും ചിക്കൻ കറിയും കൂടെ കൂട്ടി ചോറ് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.